യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമുക്ക് മറഞ്ഞിരിക്കുന്നതായ നിധി വീണ്ടും മറച്ചിട്ട് തനിക്കുള്ളതെല്ലാം വിറ്റ് വയൽ വാങ്ങിയതായ ഒരു മനുഷ്യനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ദൈവരാജ്യം എന്നുള്ളത് നമുക്ക് മറഞ്ഞിരിക്കുന്നതാണ് എന്നുള്ളതായൊരു വസ്തുതയും നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇന്ന് പല ആളുകൾക്കും ദൈവരാജ്യം മറഞ്ഞിരിക്കുന്ന ഒരു നിധിയാണ്. അവർക്ക് കാണുവാൻ കഴിയുന്നില്ല. അവർ അവരുടെ ജീവിതത്തിൽ പലതിനും പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ഇത് മറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. ദൈവം നമുക്ക് അത് വെളിപ്പെടുത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ ദൈവരാജ്യത്തെ കാണുവാനും അത് ശ്രേഷ്ഠമേറിയ ഒരു നിധിയാണ്, നമുക്കുള്ളതിൽ എല്ലാത്തിലും വെച്ച് ഏറ്റവും വിലയേറിയതാണെന്ന് നമുക്ക് അറിയുവാനും സാധ്യമാവുകയുള്ളൂ. ചില ആളുകളോട് എത്രമാത്രം ദൈവരാജ്യത്തെക്കുറിച്ചും സുവിശേഷത്തെക്കുറിച്ച് പറഞ്ഞാൽ പോലും അവർക്ക് അത് ഗ്രഹിക്കുവാൻ കഴിയാറില്ല. കാരണം അവർ ഈ ലോകത്തിലുള്ള സകല കാര്യങ്ങളെക്കുറിച്ച് അവർ വളരെയധികം വിചാരപ്പെടുന്നവരും തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് വളരെയധികം കൺസേൺഡായ ആളുകളാണ്. അതുകൊണ്ടാണ് ആളുകൾ പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യത്തിന് വളരെ പ്രാധാന്യം കൊടുക്കാത്തത്. അതേസമയം തന്നെ ദൈവം ചില ആളുകളെ ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുവരുന്നതായ അനുഭവങ്ങളുണ്ട്. അവരുടെ ജീവിതത്തിൽ ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ട് അവർ പല വഴികളിലൂടെ കടന്നുപോയിട്ടും ആ പ്രയാസങ്ങളൊന്നും മാറാതെ വളരെ നിരാശരായിരിക്കുന്ന സമയത്ത് ദൈവദാസന്മാരെ അവരുടെ ഭവനങ്ങളിലേക്കോ അല്ല അവരായിരിക്കുന്ന സ്ഥലങ്ങളിലേക്കോ അല്ല അവർ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ സുവിശേഷം കേൾക്കുവാൻ, ദൈവരാജ്യത്തിലേക്കുള്ള ക്ഷണം കേൾക്കുവാൻ ഉള്ള ഭാഗ്യം ലഭിക്കുമ്പോൾ അവർ ഒരു പക്ഷേ അവരുടെ വിചാരങ്ങളെല്ലാം മാറ്റിവെച്ച് അവരുടെ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് ഈ സുവിശേഷം കേൾക്കുവാൻ ഇടയായിത്തീരും. അങ്ങനെയാണ് ബഹുഭൂരിപക്ഷം പേരും ദൈവരാജ്യത്തെ അറിയുന്നത്, അന്വേഷിക്കുന്നത്, കണ്ടെത്തുന്നത്, ഇതൊക്കെ ചെയ്യുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇന്ന് അങ്ങനെയുള്ള ഒരു അനുഭവം ഉണ്ടാകത്തില്ലായിരിക്കാം. നിങ്ങൾ പല കാര്യങ്ങളെക്കുറിച്ചും വളരെയധികം വിചാരപ്പെട്ടിരിക്കുന്ന ആളുകളായിരിക്കാം. അതേ മാർത്തയോട് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞതുപോലെ, മാർത്തേ മാർത്തേ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനസ്സ് കലങ്ങിയും ഇരിക്കുന്നു. അല്പമേ വേണ്ടൂ, അല്ല ഒന്നു മതി. മറിയാം നല്ല അംശം തിരഞ്ഞെടുത്തു, ആരും അത് അവളോട് അപഹരിക്കയില്ല. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമ്മൾ പ്രാപിച്ചതെല്ലാം അപഹരിക്കപ്പെടും. നമ്മൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയല്ലേ കഷ്ടപ്പെടുന്നത്, നമ്മുടെ മക്കൾക്ക് വേണ്ടിയല്ലേ കഷ്ടപ്പെടുന്നത്, നമ്മുടെ വീടിന് വേണ്ടിയല്ലേ കഷ്ടപ്പെടുന്നത്, സുഭിക്ഷമായി ജീവിക്കാനല്ലേ കഷ്ടപ്പെടുന്നത്. പക്ഷേ ഇതെല്ലാം അപഹരിക്കപ്പെടും. നമുക്ക് ഉള്ളതായ സകല കാര്യങ്ങളും നമുക്ക് നഷ്ടമായി മാറും. ഇന്ന് ജീവിതത്തിൽ നിങ്ങൾ നേടിയതെല്ലാം നഷ്ടമായി മാറും. പക്ഷേ ഒന്നും മാത്രം നഷ്ടമാകില്ല, അത് ദൈവരാജ്യം എന്നുള്ള കാര്യമാണ്. ദൈവരാജ്യം നിത്യത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന ഒന്നാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ മക്കളെക്കാളും നിങ്ങളുടെ വീടിനേക്കാളും നിങ്ങളുടെ വാഹനങ്ങളെക്കാളും നിങ്ങളുടെ സകല സമ്പത്തിനേക്കാളും ദൈവരാജ്യം ഏറ്റവും ശ്രേഷ്ഠമേറിയതാണ്. ദൈവരാജ്യം വലിയ സമ്പത്താണ് എന്ന് കാണുന്നവർക്ക് മാത്രമേ ഈ ദൈവരാജ്യത്തിൻ്റെ അനുഗ്രഹങ്ങളിലേക്ക് കടക്കുവാൻ കഴിയത്തുള്ളൂ. എപ്പോഴും കർത്താവ് യേശുക്രിസ്തു ദൈവരാജ്യത്തിലേക്ക് ആളുകളെ വിളിക്കുകയായിരുന്നു. അതല്ലേ യോഹന്നാൻ സ്നാപകൻ മുതൽ വിളിച്ചു പറഞ്ഞത്, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം സുവിശേഷത്തിൽ വിശ്വസിക്കുമ്പോഴാണ്, അതും മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുമ്പോഴാണ്. അതുകൊണ്ട് ഇന്നലെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമുക്കും അങ്ങനെയുള്ള ഒരു അനുഭവം ഉണ്ടാകുവാൻ ഇടയായിത്തീരട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത്, തനിക്കുള്ളതെല്ലാം വിറ്റ് ആ നിധി മറഞ്ഞിരിക്കുന്നതായ അല്ലെങ്കിൽ താൻ മറച്ചു വെച്ചതായ ആ വയൽ വാങ്ങിയതായ മനുഷ്യൻ. കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചു, എന്നേക്കാൾ അധികം മകനെയോ മകളെയോ ഇഷ്ടപ്പെടുന്നവർ, പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല എന്നുള്ളത്. ഇന്ന് നമ്മൾ ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഞാൻ ദൈവരാജ്യത്തെക്കാളും കർത്താവ് യേശുക്രിസ്തുവിനേക്കാളും ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് എൻ്റെ മക്കൾക്കാണോ, എൻ്റെ ധനത്തിനാണോ, എൻ്റെ ഭവനത്തിനാണോ, എൻ്റെ ജോലിക്കാണോ, എൻ്റെ ശരീരത്തിനാണോ? അത് ഇന്നു മുതൽ ദൈവരാജ്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുവാൻ, അതേ ആ ദൈവരാജ്യം പ്രാപിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചതായ ആ വാക്യത്തിൻ്റെ തുടർമാനമുള്ള വാക്യത്തിലേക്ക് തന്നെയാണ് കടന്നു വരുന്നത്. ഏകദേശം കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചതായ ആ വാക്യത്തിന് സമാനമായൊരു വാക്യം തന്നെയാണ്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 45-ാമത്തെ വാക്യം. പിന്നെയും സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശം. അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയാറ് ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങി. നോക്കൂ, ഈ 44-ാം വാക്യത്തിൽ പറയുന്നതായ കാര്യവും ഈ 45-ാമത്തെ വാക്യവും ഏതാണ്ട് സമാനമാണ്. പക്ഷേ വ്യത്യാസമുള്ളത്, ആദ്യത്തെ ആ ഒരു ഉപമയിൽ ആ വ്യക്തി
യാദൃച്ഛികയാണ് അവൻ നിധി കണ്ടെത്തിയത്. എന്നാൽ 45-ാമത്തെ വാക്യത്തിൽ പറയുന്നതായി വ്യാപാരി ഒരു ബിസിനസ്സുകാരനാണ്. അവൻ നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരുവനായിരുന്നു. പേൾ ബിസിനസ് നടത്തുന്നവനായ മനുഷ്യൻ അവൻ എവിടെ പോയാലും നല്ല മുത്ത് അന്വേഷിച്ചുകൊണ്ടിരിക്കും. കാരണം നല്ല വിത്ത് അവന് കൂടുതൽ വരുമാനമുണ്ടാകുവാൻ സഹായിക്കും. അതിൻ്റെ പ്രത്യേകതകൾ മറ്റുള്ളവരെ അവൻ ബോധ്യപ്പെടുത്തുമ്പോൾ മറ്റ് ഏതൊരു മുത്തിനേക്കാളും കൂടുതൽ വില കിട്ടുന്നുവെങ്കിൽ തനിക്ക് അത് വളരെ ലാഭകരവും സന്തോഷകരമായ ഒരു കാര്യമായി തീരുമെന്ന് അദ്ദേഹം എപ്പോഴും കരുതുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ അവൻ ഈ മുത്ത് അന്വേഷിച്ചു വരുമ്പോൾ അവൻ ഒരു മുത്ത് കണ്ടെത്തി. ആ മുത്ത് വളരെ വിലയേറിയതാണെന്ന് ആ വ്യക്തിക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ താൻ ചെയ്തത് എന്തെന്നാൽ തനിക്കുള്ളതായ എല്ലാം വിറ്റ്, അതായത് മുമ്പ് താൻ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന മുത്തുകളെയും ആ മുത്തുകൾ കൊണ്ട് താൻ സമ്പാദിച്ചതായ സകലതിനെയും വിറ്റ് താൻ അതിനെ വിലയ്ക്ക് വാങ്ങുവാൻ ഇടയായിത്തീർന്നു. ഇവിടെയും വിലയെക്കുറിച്ച് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെയും മറ്റുള്ള എല്ലാത്തിനേക്കാളും ശ്രേഷ്ഠമേറിയതാണ് ദൈവരാജ്യമെന്ന് നമുക്ക് കാണുവാനും സാധിക്കുന്നുണ്ട്. വീണ്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത് നമ്മൾ ദൈവരാജ്യത്തെ വിലയുള്ളതായിട്ട് കാണണം. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതായ വ്യക്തി അവൻ അവിചാരിതമായിട്ടാണ് താൻ ആ നിധി കണ്ടെത്തിയത്. പക്ഷേ ഇവിടെ വളരെ മനഃപൂർവ്വമായി അന്വേഷിച്ച് നടക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ചില ആളുകളിൽ ദൈവത്തിൻ്റെ ആ പരിജ്ഞാനവും ദൈവത്തിൻ്റെ ഗൈഡൻസും ഒക്കെ കൊടുത്ത് ദൈവം വഴി നടത്തുന്നുണ്ട്. പലരും ഇപ്രകാരമുള്ള കാര്യങ്ങളെ അന്വേഷിക്കുകയും ചെയ്യുന്നവരായിട്ടുള്ള ആളുകളുണ്ട്. എനിക്ക് ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിയണം, എനിക്ക് ദൈവരാജ്യത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണം എന്ന് ആഗ്രഹിക്കുന്നവരായ ആളുകളുണ്ട്. ഒരുപക്ഷെ നമ്മൾ പറയാറുണ്ട് സത്യാന്വേഷികൾ എന്ന്. അങ്ങനെ ധാരാളം സത്യാന്വേഷികൾ നമ്മുടെ സമൂഹത്തിലുണ്ടല്ലോ. അതിൽ ഒരു സത്യാന്വേഷി എന്ന പോലെ തന്നെ ഈ വ്യാപാരി അവൻ മുത്തുകളെ അന്വേഷിക്കുമ്പോൾ അവൻ പെട്ടെന്ന് ഒരു മുത്ത് കാണുകയാണ്. പക്ഷേ ആ മുത്ത് കണ്ടപ്പോൾ തനിക്കുണ്ടായ ചിന്ത എന്തായിരുന്നു? തനിക്കുള്ളതിനേക്കാളും ഏറ്റവും വിലയുള്ളതാണ് ഈ മുത്ത് എന്ന് തനിക്ക് ചിന്തിപ്പാൻ കഴിഞ്ഞു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരുപക്ഷെ നമ്മൾ ഒരു ക്രിസ്തീയ വിശ്വാസത്തിൽ ജനിച്ച ഒരു വ്യക്തിയായിരിക്കാം. പക്ഷേ ജീവിതത്തിൽ ദൈവരാജ്യം അത് എത്രത്തോളം വിലയുള്ളതാണെന്ന് നിങ്ങൾക്ക് ഇതുവരെ കാണുവാനോ അറിയുവാനോ സാധിച്ചിട്ടില്ലായിരിക്കാം. പക്ഷേ ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കുന്ന ഈ വചന നിമിത്തം ദൈവരാജ്യത്തിൻ്റെ വില എന്താണെന്ന് നമുക്ക് പൂർണ്ണമായും ബോധ്യപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഉള്ളതെല്ലാം, അതായത് ഈ ദൈവരാജ്യത്തെ പ്രാപിക്കുന്നതിന് തടസ്സമായി നമ്മളിലുള്ളതായ സകലതിനെയും ഇൻഫീരിയറായി കാണുവാൻ, ഞാൻ ഇൻഫീരിയർ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നിസ്സാരമെന്ന് ഞാൻ പറയുമ്പോൾ നമ്മളതിൻ്റെ ഗൗരവം കുറച്ച് കാണിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ കമ്പയറിങ് ദൈവരാജ്യത്തെ താരതമ്യം ചെയ്യുമ്പോൾ ഇത് അല്ല പ്രധാനം, മറിച്ച് ദൈവരാജ്യമാണ് എനിക്ക് പ്രധാനം എന്നുള്ള ഒരു ചിന്തയിലേക്ക് നമുക്ക് കടന്നു വരാനിടയായിത്തീരും. എനിക്ക് അനേക നല്ല സ്നേഹിതന്മാരുണ്ട്. പല ആളുകളും ദൈവരാജ്യത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നവരായ ആളുകളല്ല. അവർ ബിസിനസ്സുകൾ ചെയ്യുന്നു, മറ്റ് ജോലികൾ ചെയ്യുന്നു, അല്ലെങ്കിൽ കുടുംബത്തിലെ ജോലിയുമായി അല്ലെങ്കിൽ കുടുംബത്തിലെ കാര്യങ്ങളുമായി വളരെ ശ്രദ്ധാലുക്കളായ ആളുകളാണ്. അവരുടെ ദൈവരാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ അവർ എന്നോട് പറയാറുണ്ട്, ബ്രദറെ, ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാനൊന്നും ഒട്ടും സമയമില്ല. എനിക്ക് എൻ്റെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയേ മതിയാവുള്ളൂ. വല്ലതും കഴിക്കണ്ടേ, വല്ലതും അകത്ത് ചെല്ലണ്ടേ, കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കണ്ടേ, അവരെയൊക്കെ പഠിപ്പിച്ച് ഒരു നല്ല നിലയിലേക്ക് കൊണ്ടുവരണ്ടേ, ഭാവി തലമുറയ്ക്ക് വേണ്ടിയുള്ളത് സമ്പാദിച്ചു വെക്കണ്ടേ. അവർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാവരും കൺസേൺഡായി വളരെ ബദ്ധശ്രദ്ധാലുക്കളായ ആളുകളാണ് എൻ്റെ പല സ്നേഹിതന്മാരും. ഞാൻ അവരോടെല്ലാം പറയാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇതെല്ലാം നമുക്ക് അപഹരിക്കപ്പെടും. അതേ മാർത്തിയോട് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞതുപോലെ, നീ നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഞാൻ കടന്നു വരുമ്പോൾ നല്ല ഫുഡ് ഉണ്ടാക്കി തരുന്നുണ്ട്, നല്ല റിസപ്ഷൻ എനിക്ക് തരുന്നുണ്ട്, നിൻ്റെ വീടിനെ നല്ല ഒരു ഇമേജിൽ നിനക്ക് നിർത്തുവാൻ കഴിയുന്നുണ്ട്. പക്ഷേ മാർത്തിയോട് കർത്താവ് പറയുന്നു, ഇത് അപഹരിക്കപ്പെട്ടു പോകും. പക്ഷേ അപഹരിക്കാത്ത ഒന്ന് മറിയ തിരഞ്ഞെടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും മറിയ ഒരു മടിച്ചിയായിട്ട് നമുക്ക് തോന്നാറുണ്ട്. പക്ഷേ മടിച്ചിയല്ല അവൾ കൊടുക്കേണ്ടതിന് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യം. യേശു എന്തെങ്കിലും മറിയോട് പറഞ്ഞിട്ടുണ്ടോ, നീ എന്നെ മാനിച്ചില്ല, നീ എന്നെ സഹായിച്ചില്ല, നീ എന്നെ കരുതിയില്ല എന്നുള്ളത് അല്ല. യേശുക്രിസ്തു മറിയയ്ക്ക് നല്ല സർട്ടിഫിക്കറ്റ് കൊടുത്തു. മറിയോട് കർത്താവ് പറയുന്നു, അല്ലെങ്കിൽ മാർത്തയോട് കർത്താവ് പറയുന്നു, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു, ആരും അവളോട് അത് അപഹരിക്കുകയില്ല.
ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്ന കാര്യങ്ങൾ അപഹരിക്കപ്പെട്ടിട്ടില്ല എന്നായിരിക്കാം നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ മുന്നോട്ട് കടന്നു വരുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഞാൻ കഴിഞ്ഞ നാളുകളെല്ലാം നേടിയത് വെറുതെയായിപ്പോയി, ഒന്നും നേട്ടമില്ല, എനിക്കൊന്നും കൊണ്ടുപോകാൻ കഴിയുന്നില്ല. അതെ, മരിച്ചു കിടക്കുന്ന ഒരാൾ ശവപ്പെട്ടിക്ക് അത് കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബാങ്ക് ചെക്ക് ബുക്ക് അദ്ദേഹം കൈപിടിക്കുന്നുണ്ടോ? അദ്ദേഹത്തിൻ്റെ ATM കാർഡ് കൈ പിടിക്കുന്നുണ്ടോ? അദ്ദേഹത്തിൻ്റെ വസ്തുവകകൾ അദ്ദേഹം കയ്യിൽ മുറുകെ പിടിച്ചിരിക്കുന്നോ? ഇല്ല. വെച്ചിരിക്കുന്ന കണ്ണാടി പോലും ശവം അടക്കുന്ന സമയത്ത് ഊരിമാറ്റി, ഇടുന്ന ഷൂ പോലും ആളുകൾ ഊരിമാറ്റുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഇതെല്ലാം തന്നെ ലോകം തരുന്നതാ. ഇതെല്ലാം നമ്മളിൽ നിന്നും അപഹരിക്കപ്പെടും. പക്ഷേ അപഹരിക്കപ്പെടാത്ത ഒന്നുണ്ട്. തൻ്റെ ജീവകാലത്ത് സ്വർഗരാജ്യത്തെ, ദൈവരാജ്യത്തെ പ്രാധാന്യത്തോട് കണ്ട് ആ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്ന ഏതൊരു വ്യക്തിയും താൻ ഈ ഭൂമിയിൽ നിന്നും മാറ്റപ്പെടുമ്പോൾ അവൻ നേരെ കടന്നു പോകുന്നത് ദൈവം ഒരുക്കുന്ന ആ രാജ്യത്തിലേക്കാണ്. അതേ, കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വരവ് നമ്മൾ മരിക്കുന്നതിന് മുമ്പ് തന്നെ സംഭവിക്കുകയാണെങ്കിൽ അതെ, നമ്മൾ നഷ്ടപ്പെടാതെ ആ ദൈവത്തിൻ്റെ നിത്യരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് ഭാഗ്യം നൽകും. ഇതാണ് ഈ ബുദ്ധിയുള്ള ഈ വ്യാപാരി ചെയ്തത്. താൻ എന്ത് ചെയ്തു? തനിക്കുള്ളതെല്ലാം വിറ്റ്. ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഒഴിവാക്കാനല്ല. തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ സമശിഷ്ടങ്ങളെ സ്നേഹിക്കണം, നമ്മുടെ മാതാപിതാക്കളെ കരുതണം, എല്ലാം ചെയ്യണം. പക്ഷേ ദൈവരാജ്യത്തിന് നമ്മൾ പ്രാധാന്യം കൊടുത്തേ മതിയാവുകയുള്ളൂ. അതെ, ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഇന്നുവരെയും അതിന് പ്രാധാന്യം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ വചനം കേൾക്കുന്നതിലൂടെ തന്നെ ഇപ്പോൾ തന്നെ നിങ്ങൾ ഒരു തീരുമാനത്തിലേക്ക് കടന്നു വരണം. ചില ആളുകളുണ്ട്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ, വചനം നല്ലതാണ്, കാര്യങ്ങൾ എല്ലാം പറഞ്ഞത് ശരിയാണ്, മറ്റൊരു അവസരത്തിൽ ആകാം, ഇപ്പോൾ എനിക്ക് ഇതിനുള്ള മൂഡില്ല എന്ന് ആളുകൾ ചിന്തിക്കാറുണ്ട്. അങ്ങനെയല്ല, വചനം കേൾക്കുമ്പോൾ മാത്രമേ നമുക്ക് ശരിയായി അനുസരിക്കുവാനും ദൈവത്തോടൊപ്പമുള്ള ആ തീരുമാനത്തിലേക്ക് നമുക്ക് കടക്കാനും കഴിയത്തുള്ളൂ. പിന്നീട് ഒരവസരം നമുക്ക് ലഭിക്കില്ല. അതുകൊണ്ട് ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഞാൻ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. അതേ, ആ ദൈവരാജ്യ ക്ഷണത്തിലേക്ക് ഞാൻ സ്വീകരിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നു എന്ന് എന്നെ കേൾക്കുന്ന എത്ര പേർക്ക് പറയുവാൻ സാധിക്കും? അങ്ങനെയാണെങ്കിൽ ഇതാകുന്നു സുപ്രസാദ കാലം, ഇതാകുന്നു നമ്മുടെ രക്ഷാദിവസം. ഈ ഒരു രക്ഷകനെ നിങ്ങൾ തള്ളിക്കളയലേ. അതേ, കർത്താവ് യേശുക്രിസ്തുവിലേക്ക് വന്ന് ആ നിത്യജീവനെ നമുക്ക് അവകാശമാക്കാം. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, ഇന്ന് ഞങ്ങൾ കൽപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. ജീവിതത്തിൽ ഞങ്ങൾ പല കാര്യങ്ങളിലും വളരെ ഡിസ്ട്രാക്റ്റഡാണ്. ഞങ്ങൾ പല കാര്യങ്ങളിലും ഏർപ്പെട്ട് നിൽക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് സമയമില്ല എന്ന് ചിന്തിക്കുന്നതായ വ്യക്തികളാണ് ഞങ്ങൾ പലപ്പോഴും. പക്ഷേ ദൈവരാജ്യം എന്നുള്ള സകല സമ്പത്തിലും എനിക്കുള്ള, കർത്താവേ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർക്കുള്ള സകല സമ്പത്തിലും ഏറ്റവും വലിയ സമ്പത്ത്, ഏറ്റവും വലിയ ട്രഷർ, നിധി, ഏറ്റവും വലിയ മുത്ത്, കർത്താവെ, അത് കൈവശമാക്കുവാൻ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഇന്ന് സഹായിക്കണമേ. ഈ വചനത്തിനു മുമ്പാകെ ഒരു തീരുമാനമെടുക്കുവാൻ നീ അവരെ പ്രേരിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ മാറ്റങ്ങൾ കൊണ്ടുവന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടി വ്യക്തിപരമായി പ്രാർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മാത്രമല്ല, ആത്മീയ കൂട്ടായ്മകൾക്ക് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിനും ഞങ്ങളെ ബന്ധപ്പെടാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെയും ഞങ്ങൾക്ക് അറിയിക്കുവാൻ സാധിക്കും. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.